പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈൽ ലൂപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേര് തന്നെ കേൾക്കുന്നുണ്ടാകും, വൈൽ ലൂപ്പ്. അപ്പോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുരുക്ക് പോലെയൊക്കെ അല്ലേ ലൂപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കുരുക്ക് തന്നെയാണ്. അതായത് കുരുക്കിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ പിന്നെ എത്തും അല്ലേ, പിന്നെയും പോവും, പിന്നെയും തുടങ്ങിയിടത്ത് തന്നെ എത്തും. അതായത് ഒരു റൗണ്ട് പോലെയല്ലേ, തുടങ്ങിയിടത്ത് തന്നെ പിന്നെ എത്തുന്നത്. അത് തന്നെയാണ് ഈ വൈൽ ലൂപ്പുകൾ ലൂപ്പ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ വൈൽ ലൂപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈൽ ലൂപ്പ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് വിഷമമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സാമ്പിളിലൂടെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഞാനിവിടെ ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് വാല്യൂ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ വൈൽ ലൂപ്പ് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. പക്ഷേ എങ്കിൽ ഞാനിത് കമ്പൈൽ ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വൈൽ ലൂപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് അതിനുശേഷം ഈ ബ്രാക്കറ്റ് കണ്ടോ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി കൃത്യമായിട്ട്. ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും അൺടിൽ എ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതായത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ ഒരു പ്രോസസ്സ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് വൈൽ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനില്ലേ, ആ കണ്ടീഷൻ കൊടുക്കുന്ന സ്ഥലമാണ് ഈ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അതായത് ഇപ്പോൾ ഇവിടെ ഞാനിവിടെ കൊടുക്കുകയാണ് ഐ ഈസ് ലെസ് ദാൻ 10. അതാണ് എൻ്റെ കണ്ടീഷൻ കരുതുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇൻറ്റിജർ ഐൻ്റെ വാല്യൂ 0 ആയി, ഐൻ്റെ വാല്യൂ വേണമെങ്കിൽ 1. ഇതിന് ശേഷം കൊടുക്കുന്ന ബാക്കിയുള്ള കുറച്ച് കോഡുകൾ ചെയ്യുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആകും, ഐൻ്റെ വാല്യൂ 2 ആകും, ഐൻ്റെ വാല്യൂ അങ്ങനെ കൂടി ഐൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് വരികയല്ലേ. അതായത് ഐൻ്റെ വാല്യൂ കൂടേണ്ടത് എത്ര ആണെന്ന് വെച്ചാൽ ഐ ഈസ് +1. അതായത് ഐൻ്റെ പഴയ വാല്യൂവിനേക്കാൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ ഐക്ക് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ വൈൽ ലൂപ്പിൽ ഐൻ്റെ വാല്യൂ 10ന് താഴെ ആണെങ്കിൽ മാത്രം പ്രിൻറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് കോഡുകൾ അവയാണ് ഇനി. അതിന് ശേഷം നമ്മൾ 2 കേളി ബ്രേസസ് ഇടണം. ഈ കേളി ബ്രേസസിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ എഴുതേണ്ടത്. എന്ത് കോഡ്, അതായത് നമ്മൾ എവിടെ എന്താണ് നടക്കേണ്ടത് ആ കോഡാണ് ഈ 2 കേളി ബ്രേസസിനുള്ളിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാണ്. പ്രിൻ്റ് എഫ് എനിക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? എന്തും പ്രിൻ്റ് ചെയ്യാം. ക്യാൻ യു ടെൽ മൈ നെയിം എന്നാണ് ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്ത്. ഇവിടെ സ്ലാഷിന് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം ഒറ്റ ലൈനിലായി പോവും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കേണ്ടത്. അതായത് ഐൻ്റെ വാല്യൂ എത്ര വെച്ച് കൂടി പോകണോ, 1 വെച്ച് കൂട്ടണോ, 2 വെച്ച് കൂടണോ, അങ്ങനെ കൊടുക്കല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ +1ലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മാത്സിൻ്റെ ലാബിൽ ഇൻക്രിമെൻറ്റ് കൊടുത്ത് മാത്സിൻ്റെ ലാബിൽ ഫങ്ഷനിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കല്ലേ. അതുപോലെ തന്നെയുള്ളൊരു കേസാണ് ഐ ഈസ് ഈക്വൽ ടു i+1. അതായത് ഐൻ്റെ വാല്യൂ ഇതാണ് നമ്മുടെ പുതിയ ഐ. പഴയ ഐ ഒന്നുമില്ല, എന്നാലും ഈ നമ്മുടെ പണ്ടത്തെ ഐ ഇങ്ങനെ കൂട്ടുക. ഇത് പണ്ടത്തെ ഐ, ഇത് പുതിയ ഐ. ഇവിടെ പണ്ടത്തെ ഐൻ്റെ വാല്യൂ ഉണ്ട് ഐ ഈസ് ഈക്വൽ ടു 0. ഇവിടെ പുതിയ വാല്യൂൻ്റെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു 0+1. പഴയ വാല്യൂ +1. ഓക്കെ, അതാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ.
ഞാനിത് കമ്പൈൽ ചെയ്ത് ഓക്കെ റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇറേഴ്സ് ഒന്നും കാണുന്നില്ല. ഞാനിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ യു ക്യാൻ ടെൽ മൈ നെയിം, ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ്, യു ക്യാൻ ടെൽ മൈ നെയിം, യു ക്യാൻ ടെൽ മൈ നെയിം, യു ക്യാൻ ടെൽ മൈ, ക്യാൻ യു ടെൽ മൈ, ക്യാൻ യു ടെൽ മൈ. ഓക്കെ, ഞാനിവിടെ പേഴ്സൻറ്റേജ് ഓക്കെ. ആ, ഇവിടെ കണ്ടോ ഈ ബാറൊന്ന് മാറിപ്പോയത്, അപ്പോൾ എന്തോ കലമ്പാ ഉണ്ടായ. ഇവിടെ ഞാൻ മാറ്റി പകരം ബാക്ക്വേർഡ് സ്ലാഷ് കൊടുത്തു. അതിനുശേഷം ഞാനിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ ക്യാൻ യു ടെൽ മൈ നെയിം, ക്യാൻ യു ടെൽ മൈ നെയിം. ഓക്കെ, ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10. അതായത് 10 പ്രാവശ്യം ഈ വാല്യൂ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. പ്രിൻ്റ് ഓഫ് ക്യാൻ യു ടെൽ മൈ നെയിം, പ്രിൻ്റ് ഓഫ് ക്യാൻ യു ടെൽ മൈ നെയിം എന്ന് പറയുന്നത് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത്. ഓക്കെ, അതായത് ഈ 10 എന്ന് പറയുന്നത് ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയി. യഥാർത്ഥത്തിൽ ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സി പ്രോഗ്രാം നമ്മൾ ബിൽഡ് ചെയ്ത് റണ്ണിങ് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന ഇത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ ഇതിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇൻറ്റ് മെയിൻ. ഓക്കെ, അതിലുള്ളത് കാരണം നമ്മൾ മൈൻഡ് ചെയ്യാറുള്ളൂ. അതിൽ പിന്നെ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 0 കമ്പ്യൂട്ടറിന് പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം വൈൽ ലൂപ്പ് വൈൽ എന്ന് പറയുന്ന കീവേഡ് കാണുമ്പോൾ വൈൽ ലൂപ്പ് കയറണമെന്ന്, വൈൽ ലൂപ്പ് എൻ്റർ ചെയ്യണമെന്ന് പ്രോഗ്രാമിന് മനസ്സിലായി. പിന്നെ പ്രോഗ്രാം വന്ന് നോക്കുക, ഐ ഈസ് ഈക്വൽ ടു 0 ആണ് വാല്യൂ, അത് മറന്നു പോകരുത്. അപ്പോൾ 0 ഈസ് ലെസ് ദാൻ 10, ആ കണ്ടീഷൻ ട്രൂ ആണ്. ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഓഫ് ക്യാൻ യു ടെൽ മൈ നെയിം എന്ന് പറയുന്ന ഈ ഒരു കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ വരുന്ന നെക്സ്റ്റ് ലൈനിലേക്കാണ്, അതായത് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1, അതായത് ഐൻ്റെ വാല്യൂ ഒന്ന് കൂടി. ഓക്കെ, ഐൻ്റെ വാല്യൂ ഒന്ന് കൂടിക്കോട്ടെ. അപ്പോൾ ഇത് വൈൽ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു കുരുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എത്തി, പിന്നെയും തിരിച്ചതാ ഇവിടെ തന്നെ എത്തും. ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇവിടെ 0 ആയിരുന്നു ആദ്യം, ഇപ്പോൾ പുതിയ വാല്യൂ 0 + 1, അതായത് ഐൻ്റെ വാല്യൂ 1. പിന്നെയും പ്രോഗ്രാം വരും 1 ഈസ് ലെസ് ദാൻ 10. യെസ്, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് ഇവിടെ പ്രിൻ്റ് ക്യാൻ യു ടെൽ മൈ നെയിം എന്ന് പറയുന്നത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നെയും പ്രോഗ്രാം വരും ഐ ഈസ് ഈക്വൽ ടു 1 + 1, അതായത് 2 ആവും. അങ്ങനെ അപ് ടു 9 വരെ ആകുന്നു. അതിൻ്റെ വാല്യൂ 9 ആകുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. 9 ആയതിന് ശേഷം ക്യാൻ യു ടെൽ മൈ നെയിമിൻ്റെ അടിയിൽ ഐ ഈസ് 9 + 1, 9 + 1 എന്ന് പറയുമ്പോൾ 10 ആയി. 10 ആകുമ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 10 വൈൽ 10 ഈസ് ലെസ് ദാൻ 10. ഈസ് ഇറ്റ് ട്രൂ? ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. 10 എന്ന് പറയുന്നത് 10-നേക്കാൾ ഒരിക്കലും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അതാണ് നമ്മളിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 0 മുതൽ 9 വരെ 10 സംഖ്യകളുണ്ട്. 1 2 3 4 5 6 7 8 9 10. അങ്ങനെയാണ് ഇത് 10 പ്രാവശ്യം നടക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഞാനിവിടെ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കമാൻഡ് ഒന്നുകൂടി ഉൾപ്പെടുത്താണ്. പ്രിൻ്റ് എഫ്. ഓക്കെ, പ്രിൻ്റ് എഫ്. ഇവിടെ എനിക്ക് ഐൻ്റെ വാല്യൂ എന്താണെന്ന് കൂടി അറിയണം. ഐൻ്റെ വാല്യൂ ഓരോരോ ടൈമിൽ എന്താണെന്നും കൂടി അറിയണം. അതിന് വേണ്ടിയിട്ട് വാല്യൂ ഓഫ് ഐ ഈസ് പെർസെൻറ്റേജ് ഡി /n, അതിനുശേഷം കോമ ഐ. ഓക്കെ, ഇനി ഞാൻ ഇതൊന്നുകൂടി ബിൽഡ് ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ ഓക്കെ, ക്യാൻ യു ടെൽ മൈ നെയിം, വാല്യൂ ഓഫ് ഐ ഈസ് 0. അത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 0 ആണ്. ഐ ഈസ് ഈക്വൽ ടു 0 ആണ്. അതിനുശേഷം 0 എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആയി, ഐ ഈസ് ഈക്വൽ ടു 1 ആയി, അങ്ങനെ 9 വരെയായി. പക്ഷേങ്കിൽ 9-ന് ശേഷം എത്തുമ്പോൾ 9 ആയി. ഇവിടെ എത്തുമ്പോൾ 9ൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് അതിനുശേഷം വരുന്നത് 10 ആണ്. 10 ഈസ് നോട്ട് ലെസ് ദാൻ 10. അതുകൊണ്ട് ആ കണ്ടീഷൻ അവിടെ ഫാൾസ് ആയി. അതുകൊണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന കോഡ്സ് എക്സിക്യൂട്ട് ആവുന്നില്ല. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10 വരെ ആണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ പറയല്ലേ, അത് തന്നെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് റണ്ണ് ചെയ്യിക്കുമ്പോൾ കണ്ടോ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വാല്യൂ ഓഫ് ഐ ഈസ് 10 ഒന്നും കൂടി വന്ന്. അപ്പോൾ ഇങ്ങനെയാണ് വൈൽ ലൂപ്പുകൾ ഉപയോഗം. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.